ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിനകത്തുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം പറഞ്ഞുതരാം, മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിനകത്തുള്ള ആൻസർ കീ ഒന്നും നിങ്ങൾ നോക്കേണ്ട. ആൻസർ കീ എല്ലാം തന്നെ റോങ് ആണ്. കുറേ മിസ്റ്റേക്കാണ് ആൻസർ കീക്കകത്ത്. ടൈപ്പിംഗ് മിസ്റ്റേക്കോ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ക്വസ്റ്റ്യൻസിനും ചിലത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടിയ ബുക്കിൻ്റെതാണോ അറിയില്ല, നിങ്ങളുടെ വിധത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ശ്രദ്ധിക്കണം. അപ്പോൾ സെക്കൻഡ് question. Nucleic acid were first isolated by Mischur, Alton, Korenberg, Mendel, Mayer. Okay, Friedrich ആണ് നമ്മുടെ ഫസ്റ്റ് ന്യൂക്ലിക് ആസിഡ് ഐസൊലേറ്റഡ് ബൈ ഫ്രെഡറിച്ച് മിസ്ചർ. Friedrich Mischur is a scientist who isolated the nucleic acid. Okay, so full name is Friedrich nu kode undu. Next, the length of DNA usually depend upon. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ലെങ്ത് ഓഫ് ഡിഎൻഎയുടെ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഡിഎൻഎയുടെ ലെങ്ത് ഓഫ് DNA is determined by position of nucleotide, number of nucleotides, both A and B, nature of sugar, none of the above. ഏതാണ്? നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. എത്ര നമ്പർ ഉണ്ടോ അതാണ് നമ്മുടെ DNA-യുടെ ലെങ്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഓപ്ഷൻ ദ ലെങ്ത് ഓഫ് DNA യൂഷ്വലി ഡിപ്പെൻഡ് അപ്പോൺ ദ നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. വെൻ എ പോസിറ്റീവ് ഗ്രൂപ്പ് is linked to dash group of nucleoside through dash bond, a corresponding C is formed. Okay, a positive group is linked to second group of nucleoside through phosphodiester bond to form nucleotide. അപ്പം ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസ് പ്ലസ് പെൻറ്റോസ് ഷുഗർ. അപ്പോൾ ഈ പെൻറ്റോസ് ഷുഗറിൻ്റെ രണ്ടാമത്തെ പൊസിഷനിലാണ് ആര് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. എവിടെ? സെക്കൻഡ് പൊസിഷനിൽ. ഓക്കെ, സെക്കൻഡ് പൊസിഷനിൽ ഒന്ന് ഒരു നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഏത് ബോണ്ടാണ്? അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ദ ബോണ്ട് ബിറ്റ്വീൻ ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഷുഗറും തമ്മിലുള്ള ബോണ്ട് ഏതായിരുന്നു? ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടാണ്, അല്ലേ? ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ടു ഫോം എന്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ്? അപ്പോൾ ന്യൂക്ലിയോസൈഡിനകത്തേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറും. അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത്? സി ആണ് ഓപ്ഷൻ വരുന്നത്, അല്ലേ? അപ്പോൾ പിന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് is linked to second hydroxyl group of nucleoside through phosphodiester bond to form a nucleotide. Okay. ഇനി two chains of DNA have anti-parallel polarity named as. നമുക്കറിയാം DNA-ക്കകത്ത് വിട്ട് ഇസ് ആൻറ്റി-പാരലൽ ഡയറക്ഷൻ ആണ്, അല്ലേ? ഇറ്റ് ഈസ് ആൻറ്റി-പാരലൽ ഇൻ ഡയറക്ഷൻ ആണ്, ശരിയല്ലേ? അപ്പോൾ ആൻറ്റി-പാരലൽ ഡയറക്ഷൻ ആണ്. അപ്പോൾ അതിനകത്ത് പൊളാരിറ്റി എത്രയാണ് വരുന്നത്? ഒന്ന് 5' to 3' ആണെങ്കിൽ മറ്റേത് 3' to 5', അല്ലേ? ഒന്ന് 5' to 3' ആണെങ്കിൽ മറ്റേത് 3' to 5' കേട്ടോ. ഓക്കെ, 5' to 3' ആണോ എന്ന് മറ്റേതായിരിക്കും? 3' to 5'. ക്ലിയർ? അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? The two chains of DNA have anti-parallel polarity named as 5' to 3' and 3' to 5'. അപ്പോൾ ആൻസർ വരുന്നത് 5' to 3' and 3' to 5'. ഓപ്ഷൻ ഏതാ വരുന്നത്? ബി ആണ് ഓപ്ഷൻ വരുന്നത്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ചാർഗോഫ് റൂൾ. ചാർഗോഫ് റൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അക്കോർഡിംഗ് ടു ചാർഗോഫ് റൂൾ, അഡിനിൻ ഈസ് ടു തൈമിൻ ആൻഡ് ഗോണിൻ ഈസ് ടു സൈറ്റോസിൻ ഈസ് കോൺസ്റ്റന്റ്, അല്ലേ? ഈസ് കോൺസ്റ്റന്റ് പറയും. അപ്പോൾ അഡിനിൻ ഈസ് ടു തൈമിൻ ആൻഡ് ഗോണിൻ ഈസ് ടു സൈറ്റോസിൻ ഈസ് കോൺസ്റ്റന്റ് എന്നാണ് നമ്മൾ ചാർഗോഫ് റൂൾ പറയുന്നത്. അപ്പം അഡിനിൻ ബൈ തൈമിൻ ഈക്വൽസ്
ഗോണിൻ ബൈ സൈറ്റോസിൻ അല്ലേ. ദാറ്റ് മീൻസ് ഏതാണ്? അഡിനിൻ പ്ലസ് ഗോണിൻ ഈക്വൽസ് തൈമിൻ പ്ലസ് സൈറ്റോസിൻ. അതാണ് ആൻസർ. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? സി അല്ലേ. അഡിനിൻ പ്ലസ് ഗോണിൻ ഈക്വൽസ് തൈമിൻ പ്ലസ് സൈറ്റോസിൻ. എന്തായിരുന്നു പറഞ്ഞാൽ ചാർഗോഫ് റൂൾ എന്തായിരുന്നു? എത്ര തന്നെ അഡിനിൻ ഉണ്ടോ അത്ര തന്നെ എന്തുണ്ടാവും? തൈമിൻ ഉണ്ടാവും അല്ലേ. എത്ര തന്നെ ഗോനിൻ ഉണ്ടോ അത്ര തന്നെ സൈറ്റോസിൻ ഉണ്ടാവും. അതാണ് നമുക്ക് എന്ത് വരുന്നത്? ചാർഗോഫ് റൂൾ പറയുന്നത്. ക്ലിയർ? എത്ര അഡിനിൻ ഉണ്ടോ അത്ര തൈമിൻ ഉണ്ടോ, എത്ര സൈറ്റോസിൻ ഉണ്ടോ അത്ര തന്നെ ഗോനുണ്ട്. നെക്സ്റ്റ്, ഡി എൻ എയിൽ നിന്നും ഡി എൻ എ ഉണ്ടായി, ഡി എൻ എയിൽ നിന്നും ആർ എൻ എ ഉണ്ടായി, ആർ എൻ എയിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടായി. ഓക്കെ, ഇവിടെ എം ആർ എൻ എയിൽ നിന്ന് ഒരു എന്താ പറയുക റിവേഴ്സിബിളാണ്. ഇപ്പം ഡി എൻ എ ടു ഡി എൻ എ അതേതാ? റെപ്ലിക്കേഷൻ അല്ലേ. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കോപ്പിംഗ് ഓഫ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് 2 DNA ഫ്രം 1 DNA. ഒരു DNA നിന്ന് 2 DNA ഉണ്ടാകുന്ന പ്രോസസ്സിനാണ് ശരിക്കും പറയുന്നത് റെപ്ലിക്കേഷൻ. ഒരു DNA നിന്ന് 2 DNA ഉണ്ടാവും അല്ലേ. ഒരു കോപ്പിംഗ് ഓഫ് DNA. ഇനി DNA നിന്ന് RNA ഉണ്ടാകുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താ? ട്രാൻസ്ക്രിപ്ഷൻ. ഇനി RNA നിന്ന് തിരിച്ച് DNA, RNA തിരിച്ച് DNA ആയിട്ട് മാറുന്ന പ്രോസസ്സ് അതെന്തായിരുന്നു? നമ്മൾ ഈ വൈറസിനകത്തൊക്കെ കാണുന്നു. അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള RNA നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? DNA ആയിട്ട് മാറും. അപ്പോൾ RNA നിന്ന് DNA ആവുന്നതിന് എന്താ? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ഈ ഒരു കാര്യം നിങ്ങൾ ലൈഫ് സൈക്കിൾ ഓഫ് HIV നിങ്ങൾ പഠിച്ചാണ്. അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ RNA അത് നമ്മളെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതെന്തായിട്ട് മാറി? നമ്മളെ സെല്ലിൽ നിന്ന് എന്തായിട്ട് മാറുന്നത്? വൈറൽ RNA വൈറൽ DNA ആയിട്ട് മാറുന്നത് ബൈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്നുള്ള എൻസൈം. അപ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനാണ്. പിന്നെ RNA നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സ് അതേതാണ്? ട്രാൻസ്ലേഷൻ അല്ലേ. അപ്പോൾ ആൻസർ ഏതാ വരുന്നത് മക്കളെ? ആൻസർ വരുന്നത് എ ട്രാൻസ്ലേഷൻ, ബി ട്രാൻസ്ക്രിപ്ഷൻ, സി റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ, ഡി റെപ്ലിക്കേഷൻ. ഓക്കെ, next, A to B, A to B, A to A, that is replication. അപ്പം A to B, B to C. This also replication. E and D. Unidirectional flow of information, unidirectional flow of information, bidirectional flow of information, both A and B, sometimes A and B. No prediction can be mode. ഇതിനകത്ത് വരുന്നത് bidirectional flow of information, bidirectional flow of information. Next, given the diagram shows Watson and Crick model of DNA structure, identify the parameters A, B, C. ഇത് ആങ്സ്ട്രത്തിനകത്താണ് കൊടുത്തത്. ആങ്സ്ട്രം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 0.1 നാനോമീറ്റർ ആണ്. 1 ആങ്സ്ട്രം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 0.1 നാനോമീറ്റർ എന്ന് വെച്ചാൽ എത്രയാണ്? 10⁻⁻10 മീറ്റർ വരും. അപ്പം ആങ്സ്ട്രത്തിലാണ് കൊടുത്തേക്കുന്നതിനകത്ത് നമുക്ക് DNA അത് കൊടുത്തേക്കുന്നത് A ആണ്. ഇത് A.
ഇത്ര കൊടുത്തേക്കുന്നത് സി ആണ്, ഇത് ബി. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എ എന്താണ്, എ എത്ര വരുന്നത്, ദാറ്റ് ഈസ് 3.4 നാനോമീറ്റർ അല്ലേ. ഇതാണെങ്കിലോ 2 നാനോമീറ്റർ അല്ലേ. ഈ സി ആണെങ്കിൽ എത്ര വരുന്നത് 0.34 നാനോമീറ്റർ. അപ്പം ഇത് ആൻസറിലാണ്. അങ്ങനെ നമ്മളിതിനെ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ ഏതാ വരുന്നത്, എ -334 ദാറ്റ് ഇസ് 34 ആങ്സ്ട്രോം. ദാറ്റ് ഇസ് 34 എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 0.34 അല്ലേ. 34 നാനോമീറ്റർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എത്ര 34 ആങ്സ്ട്രോം അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ 0.34 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര 3.4 ആങ്സ്ട്രോം. ഇപ്പോൾ 2 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 20 ആങ്സ്ട്രോം. ഇതിന് മൈനസ് വരുന്നുണ്ട് ഒക്കെ. അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത്, ഓപ്ഷൻ എസ് സി അല്ലേ. എ വരുന്നത് -34 ഡിഗ്രി, ബി വരുന്നത് -20 ആങ്സ്ട്രോം, അതുപോലെ സി വരുന്നത് ഓക്കെ സി വരുന്നത് -34 ആങ്സ്ട്രോം. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്, സി. Next, find out the number of base pairs in equali. Number of base pairs in equali DNA. If Dn is 1.336 millimeter. Okay. അപ്പോൾ DNA ലെങ്ത് 1.36 millimeter ആണ്. നിങ്ങൾ ചോദിച്ചെങ്കിൽ എത്രത്തോളം ബേസ് പേസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് ബേസ് പേസ് base pair into 0.34 nanometer equals length of DNA അല്ലേ. പഠിച്ചിട്ടുണ്ട് നിങ്ങൾ അല്ലേ. അപ്പോൾ എത്ര ബേസ് പേസ് ഉണ്ടോ അതേ ഇൻറ്റു 3.4 നാനോമീറ്റർ. കാരണം നമ്മുടെ ഒരു DNA എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഇവിടെ നിങ്ങൾക്കറിയാം ഈ ഒരെണ്ണത്തിൻ്റെ ഒരു ഹെലിക്സിൻ്റെ അല്ലെങ്കിൽ ഒരു പെർ ടേൺ ലെങ്ത് ആണ് 3.4 നാനോമീറ്റർ. അപ്പോൾ ഒരെണ്ണത്തിനകത്ത് എത്ര എണ്ണം ഉണ്ടോ 10 ബേസ് പേസ് ഉണ്ടോ. അപ്പോൾ ഒരു ബേസ് പേസ് നമ്മൾ വ്യത്യാസം എത്രയാണ് വരുന്നത് 0.34 നാനോമീറ്റർ. ഒറ്റ ബേസ് പേസിനകത്ത് വരുന്നതാണ് 0.34 നാനോമീറ്റർ. അപ്പോൾ അങ്ങനത്തെ എത്ര ബേസ് പേസ് ഉണ്ടോ അത്രയും ഇൻറ്റു 0.34 നാനോമീറ്റർ ആയിരിക്കും ഡീനയുടെ ലെങ്ത് വരും. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബേസ് പേസിന് എക്സ് എന്ന് കൊടുക്കാം. എക്സ് ഈക്വൽസ് ഇതല്ല എക്സ് ഇൻറ്റു 0.34 നാനോമീറ്റർ ഈക്വൽസ് 1.36 മില്ലിമീറ്റർ. ഓക്കെ, മില്ലിമീറ്റർ കൊടുത്തു മില്ലിമീറ്റർ. അപ്പം എക്സ് ഈക്വൽസ് 1.36 മില്ലിമീറ്റർ ഡിവൈഡഡ് ബൈ 0.34 നാനോമീറ്റർ ആണ്. ഓക്കെ, നാനോമീറ്റർ. അപ്പോൾ എന്ത് വരും, എക്സ് ഈക്വൽ 1.36 millimeter divided by 0.34 into 10⁻⁻⁹. ഓക്കെ, അപ്പോൾ ആൻസർ ഇതാ വരുന്നത്. ആൻസർ ഈക്വൽസ് 4 into 10⁻⁶. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 4 into 10⁻⁶ ബേസ് പേസ്. ഇതാണ് ആൻസർ. ദാറ്റ് ഇസ് ഓപ്ഷൻ എ ആൻസർ. 4 into 10⁻⁶ ബേസ് പേസ്. ദാറ്റ് ഇസ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്പർ ഓഫ് ബേസ് പേസ് ഇൻറ്റു ഡിഫറൻസ് ഓഫ് ബേസ് പേസ്, ഡിഫറൻസ് ബിറ്റ്വീൻ ലെങ്ത് ഓഫ് നമ്പർ ഓഫ് ബേസ് പേസ് ഇൻറ്റു ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബേസ് പേസ്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ബേസ് പേസ് ആണ് എത്ര 0.34 വരുന്നത്. അതാണ് ദാറ്റ് ഇസ് ലെങ്ത് ഓഫ് DNA.
ഓക്കെ, അപ്പോൾ മൊത്തം ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞേക്കുന്നത് 3.4 നാനോമീറ്റർ ആണ്. അപ്പോൾ അതിനകത്ത് എത്ര ബേസ് പേസ് ആണ്? അപ്പോൾ 4 × 10⁶ ബേസ് പേസ് ഉള്ള DNA ബേസ് പേസ് ആണ് ആ ഇക്കുള്ള DNAക്കകത്തുള്ള. അതിന് എത്ര അതിൻ്റെ ഓരോന്നിനും ഡിഫറൻസ് ആണ് എന്ത് വരുന്നത്? 0.34 വരുന്നത്. അപ്പോഴാണ് DNAയുടെ ലെങ്ത്ത് നമുക്ക് എന്ത് കിട്ടുന്നത്? 1.36 മില്ലിമീറ്റർ കിട്ടും. ഓക്കെ, next, the positively charged basic protein that are found in eukaryotes. യൂക്കാരിയോട്സിനകത്ത് കാണപ്പെടുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് അത് ഏതായിരുന്നു? ഹിസ്റ്റോൺ ഒക്ടാമസ് അല്ലേ? ഹിസ്റ്റോൺ ഒക്ടാമസ് നിങ്ങൾക്കറിയാം, ഇറ്റ് ഇസ് നമ്മുടെ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ മുകളിൽ DNA വന്ന് വാർപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ന്യൂക്ലിയോസോം കിട്ടുന്നത് അല്ലേ? അപ്പോൾ ദാറ്റ് ഇസ് ഹിസ്റ്റോൺസ് ആണ്. ഈ ഹിസ്റ്റോൺസ് ആണ് ആൻസർ. ഇനി അടുത്ത് നമുക്ക് പറഞ്ഞത് ഗിവൺ ഡയഗ്രാം ഐഡൻറ്റിഫൈ ABC. ഓക്കെ, ഇപ്പോൾ ഇതൊരു ഡയഗ്രാം, ഇങ്ങനെ എത്ര ഡയഗ്രാം തന്നെയാണ്. ഓക്കെ, ഇതിനകത്ത് ദിസ് ഇസ് B, ദിസ് ഇസ് A ആൻഡ് ദിസ് ഇസ് C. അപ്പോൾ A നിങ്ങൾക്കറിയാം എന്താ? DNA ആണ്. DNA ആണ്. H1 ദാറ്റ് ഇസ് B എന്താണ്? ഹിസ്റ്റോൺ ആണ്. ദിസ് ഇസ് ഹിസ്റ്റോൺ, ദിസ് ഇസ് ഹിസ്റ്റോൺ ഒക്ടാമർ അല്ലേ? A നിങ്ങൾക്കറിയാം, ഇത് വാർപ്പ് ചെയ്താണ് ഏതാണ്? DNA ആണ് അല്ലേ? C വരുന്ന ഏതാണ്? ഹിസ്റ്റോൺ ഒക്ടാമർ ആണ്. ഹിസ്റ്റോൺ ഒക്ടാമർ. B എന്താണ്? ഹിസ്റ്റോൺസ് അല്ലേ? നമ്മൾ ക്രോമസോം ഫോർമേഷൻ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിസ്റ്റോൺ ഒക്ടാമറൊക്കെ DNA എന്താ പറയുക പോസിറ്റീവ് ചാർജ് പ്രോട്ടീൻസിന് മുകളിൽ DNA ഒന്ന് വാർപ്പ് ചെയ്ത് ഇടക്കിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ന്യൂക്ലിയോസോംസ് കിട്ടുന്നത് അല്ലേ? പോസിറ്റീവ് ചാർജുള്ള ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ ചുറ്റും വാർപ്പ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ന്യൂക്ലിയോസോംസ് കിട്ടുന്നത്. എ ഗ്രൂപ്പ് ഓഫ് സച്ച് ന്യൂക്ലിയോസോംസ് ടുഗെദർ ഫോംസ് ക്രൊമാറ്റിൻ ത്രെഡ് അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ഫൈബേഴ്സ്. ഓക്കെ, in the Griffith experiment, what would be the effect of the following condition on the mice from pneumococcus injection effect on mice? ഓക്കെ, അപ്പം മൈസിനെ ഇഞ്ചക്ഷൻ ചെയ്തേക്കാണ് ന്യൂമോണോകോക്കസ് വെച്ചിട്ട് നമുക്ക് എക്സ്പെരിമെൻറ്റ് ഓർമ്മ ഉണ്ടെന്നായിരിക്കുന്ന ഗിഫ്റ്റ് എക്സ്പെരിമെൻറ്റ് അല്ലേ? അപ്പോൾ ഗിഫ്റ്റ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ 4 മൈസിനെ എടുത്തിട്ടാണ് ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് നോക്കാം, ലൈവ്, റഫ്, നോൺ ക്യാപ്സുലേറ്റഡ്. അപ്പം ഇവിടെ ആ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് 2 സ്ട്രെയിൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, സ്മൂത്ത് സ്ട്രെയിൻസും അല്ലേ? S സ്ട്രെയിനും R സ്ട്രെയിനും. R എന്ന് പറഞ്ഞാൽ റഫ് സ്ട്രെയിൻ ആണ്, S എന്ന് പറഞ്ഞാൽ സ്മൂത്ത് സ്ട്രെയിൻ ആണ്. അപ്പോൾ ലൈവ്, റഫ്, നോൺ ക്യാപ്സുലേറ്റഡ്. അപ്പോൾ ലൈവ്, റഫ്, നോൺ ക്യാപ്സുലേറ്റഡ് ആകുമ്പം അതെന്താണ്? ദാറ്റ് ഇസ് A. ലൈവ്, റഫ്, നോൺ ക്യാപ്സുലേറ്റഡ് അത് A. അത് ഏതാണ്? ലൈവ് ഓർ ഡെഡ്? ലൈവ്, ദാറ്റ് ഇസ് സർവൈവ്. നെക്സ്റ്റ്, ലിവ്, സ്മൂത്ത് ക്യാപ്സുലേറ്റഡ്. സ്മൂത്ത് ക്യാപ്സുലേറ്റഡ് ഇസ് S സ്ട്രെയിൻ ആണ്. അപ്പോൾ S സ്ട്രെയിൻ ആണ് B കൊടുത്തത്. അപ്പോൾ അത് എന്താണ് ഇതേക്കുന്നത്? ഡൈറ്റ്. നെക്സ്റ്റ്, ഹീറ്റ് കിൽഡ് സ്മൂത്ത്. ഹീറ്റ് കിൽഡ് സ്മൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ S സ്ട്രെയിനെ ഹീറ്റ് കിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഹീറ്റ് കിൽഡ് S സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വാട്ട് ഹാപ്പൻ? അത് സർവൈവ്ഡ്. നെക്സ്റ്റ്, ഹീറ്റ് കിൽഡ് സ്മൂത്ത് പ്ലസ് ലൈവ് റഫ്. ഹീറ്റ് കിൽഡ് സ്മൂത്തും ലൈവ് റഫ് ദാറ്റ് ഇസ് ഏതായിരുന്നു നമ്മൾ അവസാനം പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞതാണ്. അപ്പോൾ D ആണ്. D എന്താ? വാട്ട് ഹാപ്പൻസ്? ഡൈറ്റ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത്? B ആണ് ആൻസർ. A സർവൈവ്ഡ്, B ഡൈഡ്, C സർവൈവ്ഡ്, D ഡൈഡ് അല്ലേ? കാരണം ആ എക്സ്പെരിമെൻ്റ് അതായിരുന്നു. നമ്മൾ 2 സ്ട്രെയിനാണ് ഉള്ളത്, S സ്ട്രെയിൻ ആൻഡ് R സ്ട്രെയിൻ അല്ലേ? S സ്ട്രെയിൻ ആൻഡ് R സ്ട്രെയിൻ. S സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടാണ് സ്മൂത്ത് സ്ട്രെയിൻ ആയിരുന്നു. R സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ റഫ് സ്ട്രെയിൻ ആയിരുന്നു. സ്മൂത്ത് സ്ട്രെയിൻ ഡയറക്റ്റ് ഇഞ്ചെക്ട് ചെയ്തപ്പോൾ നമ്മുടെ റാറ്റിന് ന്യൂമോണിയ ഉണ്ട്, റാറ്റ് ഡെത്തായി. R സ്ട്രെയിൻ ഇഞ്ചെക്ട് ചെയ്തപ്പോൾ റാറ്റിന് ന്യൂമോണിയ ഇല്ല, റാറ്റ് സർവൈവ്ഡാണ് അല്ലേ? ഇനി ഹീറ്റ് കിൽഡ് S സ്ട്രെയിൻ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? റാറ്റ് സർവൈവ് ചെയ്തു, കാരണം ഹീറ്റ് കിൽഡ് ആയതുകൊണ്ട്. പിന്നെ ഹീറ്റ് കിൽഡ് S സ്ട്രെയിൻ പ്ലസ് R സ്ട്രെയിൻ ആയ സമയത്ത് ഈ S സ്ട്രെയിനകത്തുള്ള ചില കാര്യങ്ങൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്? R സ്ട്രെയിനിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതായിരുന്നു എക്സ്പെരിമെൻ്റ് കൺക്ലൂഷൻ അല്ലേ? അപ്പോൾ ഓപ്ഷൻ നമുക്ക് ഏതാ വരുന്നത്? ഓപ്ഷൻ എസ് B.
ഓക്കെ, നെക്സ്റ്റ് ഇസ് മാച്ച് ദ ഫോളോയിങ് ആണ്. RNA digesting enzyme, protein digesting enzyme, DNA fat digesting enzyme, RNA digesting enzyme അതേതാണ്? RNAs. Protein digesting enzyme, protease. DNA digesting enzyme, DNAs. Fat digesting enzyme, lipase. Okay, അപ്പം RNA digesting enzyme RNAs, protein digesting enzymes protease, DNA digesting enzymes DNAs, fat digesting enzyme lipase. Choose the correct option from A and B. Stability as, അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ഏത് മക്കളെ വരുന്നത്? ഇപ്പോൾ പറഞ്ഞ സി ആണ് ഓപ്ഷൻ വരുന്നത് കേട്ടോ. സി 15th ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടാണ്, സോറി ക്വസ്റ്റ്യൻ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് സി ആണ് ഓപ്ഷൻ വരുന്നത്. ഇനി അടുത്ത വൺ മോർ മാച്ച് ദ ഫോളോയിങ്. ഫെഡറിച്ച് മിക്സ്ചർ, ഗ്രിഫ്റ്റ്, Hershey and Chase, Watson and Crick, Wilkins and Franklin, ഫെഡറിക് മിശ്ര എന്ത് കണ്ടുപിടിച്ചേക്കുന്നത്? ന്യൂക്ലിൻ. ഗ്രിഫ്റ്റിന് എക്സ്പെരിമെൻ്റ് ഏതായിരുന്നു? ഗ്രിഫ്റ്റ് വരുന്ന ഏതാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ഹാർഷി ആൻഡ് ചേസ് വരുന്ന ഏതാണ്? ബാക്ടീരിയോഫേജ്. വാട്സൺ ആൻഡ് ക്രിക്ക് വരുന്നതന്നെ DNA ഡബിൾ ഹെലിക്സ്. വിൽക്കിൻസ് ആൻഡ് ഫ്രാങ്ക്ലിൻ എക്സ്റേ ഡിഫ്രാക്ഷൻ, സ്റ്റഡീസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത്? സി ആണ് ഓപ്ഷൻ വരുന്നത്. ഓപ്ഷൻ എസ് സി. Next, stability as one of the properties of a genetic material was very elegant in Griffith dash itself, that heat which killed the bacteria did not destroy the DNA. This is now can easily be explained in the light of DNA, that the two strands begin dash if separated by heating come together, which appropriate condition are provided. രണ്ട് ഇതിനകത്ത് വരുന്ന മക്കളെ ഗ്രിഫ്റ്റിൻ്റെ ഏത് എക്സ്പെരിമെൻ്റ് ആയിരുന്നു? ട്രാൻസ്ഫോർമേഷനാണ്. ഗ്രിഫ്റ്റിൻ്റെ എ വരുന്ന ഏതാണ്? ട്രാൻസ്ഫോർമേഷൻ. ഏതാണ്? ട്രാൻസ്ഫോർമേഷൻ.
കാരണം ഗിഫ്റ്റിൻ്റെ എക്സ്പെരിമെൻ്റ് എന്തായിരുന്നു, ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു അല്ലേ. അപ്പോൾ stability as one of the properties of genetic material was very elegant in Griffith transformation itself, that heat killed the bacteria, did not destroy the DNA. This is now can easily be explained in the light of the DNA that the two strands begins complementary. Two strands begin complement. That is B ഏതാ വരുന്നത്, complementary if separated by heating come together when appropriate conditions are provided. Okay, അപ്പോൾ ഓപ്ഷൻ എ ആണ്. എ ട്രാൻസ്ഫോർമേഷനും ബി കോംപ്ലിമെൻ്ററി ആണ് വരുന്നത്. അപ്പോൾ ദാറ്റ് ഇസ് ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ഹാർഷി ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റ് ആർ കറക്റ്റ്? സൾഫർ ഇസ് നോട്ട് പ്രസൻറ്റ് ഇൻ പ്രോട്ടീൻ ബട്ട് നോട്ട് ഇൻ സൾഫർ ഇസ് പ്രസൻറ്റ് ഇൻ പ്രോട്ടീൻ ബട്ട് നോട്ട് ഇൻ DNA. റൈറ്റ്, കറക്റ്റാണ്. നെക്സ്റ്റ്, ഫോസ്ഫറസ് ഇസ് പ്രസൻറ്റ് ഇൻ DNA ബട്ട് നോട്ട് ഇൻ പ്രോട്ടീൻ. ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. P32 will end up in a supernatant after centrifugation. P32 will end up in the supernatant after centrifugation. No. അത് എന്തിനകത്തോളം, സൂപ്പർനൈറ്റൻ്റെ അകത്തല്ല ഉള്ളത്, അത് DNA-ക്കകത്തോളം. Now, progeny generation of T2 bacteriophage contain P32. Progeny generation of T2 bacteriophage. That is also wrong. Next, sorry, that is correct. T2 bacteriophage, the progeny contain T2 bacteriophage in other P32 ഉണ്ട്, S അല്ല അത്. നെക്സ്റ്റ്, progeny generation of T2 bacteriophage contain S35 ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഏതാ, ഡി ആണ് ഓപ്ഷൻ വരുന്നത്. 1, 2 and 4. 1, 2 and 4 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ആൻസർ ഒന്ന് ഏതാണ്, സൾഫർ ഇസ് പ്രസൻറ്റ് ഇൻ ദ പ്രോട്ടീൻ ബട്ട് നോട്ട് ഇൻ ദ DNA. നെക്സ്റ്റ്, ഫോസ്ഫറസ് പ്രസൻറ്റ് ഇൻ DNA ബട്ട് നോട്ട് ഇൻ ദ പ്രോട്ടീൻ. P32 will end up in the supernatant. ആ സൂപ്പർനൈറ്ററിനകത്തല്ല നെക്സ്റ്റ്, progeny generation of T2 bacteriophage contain P32. Next, progeny generation of T2 bacteriophage contain S35. No. Next, who experimentally proved that the semi-conservative mode of DNA replication? Matthew Milson, Franklin Stahl, both A and B. Watson Crick, Hershey and Chase, both A and B. അല്ലേ, മിൽസനും അതുപോലെ തന്നെ ഫ്രാങ്ക്ലിനുമാണ് അല്ലേ, മിൽസൺ ഫ്രാങ്ക്ലിനാണ് എന്ത് കണ്ടുപിടിച്ചേക്കുന്നത്, DNA റെപ്ലിക്കേഷൻ കണ്ടുപിടിച്ചേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പറയാനുള്ളത്. ഇന്നെ Michelson and Schutt experiment. N15 is a dash isotope. It can be separated from N14 by dash. അപ്പം മാത്യു ആൻഡ് ഫ്രാങ്ക്ലിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് പറഞ്ഞേക്കുന്നത്. N35 N35 is which isotope? അതാണ്, ഇറ്റ്സ് എ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. ഇറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം N14 ബൈ ഏതാണ്, ഡെൻസിറ്റി ഗ്രേഡിയൻ. ഡെൻസിറ്റി ഗ്രേഡിയൻ്റെ സീസിയം ക്ലോറൈഡ് ഉപയോഗിച്ചിട്ടാണ് അതിനെ എന്തെങ്കിലും സെപ്പറേറ്റ് ചെയ്തത്. സീസിയം ക്ലോറൈഡ് അല്ലേ, സീസിയം ക്ലോറൈഡ് അൾട്രാ സെൻട്രിഫിക്കേഷനാണ് അവിടെ നടന്നേക്കുന്നത്. അൾട്രാ സെൻട്രിഫിക്കേഷൻ അവിടെ നടന്നേക്കുന്നതാണ് ബേസ്ഡ് ഓൺ ഡെൻസിറ്റി ഗ്രേഡിയൻ. അപ്പോൾ ദ എക്സ്പെരിമെൻറ്റ് N15 is റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. ഇറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം N14 ബൈ ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് 20, 21 and 22 3 ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. ആ 3 ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഏകദേശം ഇതേപോലത്തെ എക്സ്പെരിമെൻ്റ് തന്നെയാണ്. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ വളരെയധികം സീരിയസ് ആക്കി എടുക്കേണ്ട ഒരു ചാപ്റ്ററാണ് മക്കളെ. കാരണം ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്, നല്ല ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നന്നായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. എന്താ പറയുക, കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. നിങ്ങൾ നെറ്റൊക്കെ നോക്കി കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. മാക്സിമം പോയിൻറ്റ്സ്, പുതിയ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ, കാരണം അത്രയും അത്യാവശ്യം വലിപ്പമുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ എന്തിൻ്റെ തിയറി വീഡിയോസ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. തിയറി വീഡിയോസിൽ മാക്സിമം ഇലാബറേറ്റ് ചെയ്തിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.